ഡിയർ സ്റ്റുഡൻസ്, ഫിസിക്കൽ വേൾഡ് എന്ന ആദ്യത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഫിസിക്സ് അല്ലെങ്കിൽ എന്താണ് സയൻസ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് ആണ്. ദ സ്കോപ്പ് ഓഫ് ഫിസിക്സ് ഈസ് വെരി വൈഡ്. ഇറ്റ് കവേഴ്സ് ആൻ ഇമ്മെൻസ് റേഞ്ച് ഓഫ് നാച്ചുറൽ ഫിനോമിന. പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളും ഫിസിക്സിൻ്റെ പരിധിയിൽ വരുന്നു. പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്കായിരിക്കും പ്രസക്തി. ഫിസിക്കൽ ഫിനോമിന ആൻഡ് എക്സ്പീരിയൻസസ് ആർ നോട്ട് ഓൺലി എക്സൈറ്റിംഗ് ബട്ട് ആൾസോ എഡ്യൂക്കേറ്റീവ്. ഭൗതിക പ്രതിഭാസങ്ങളും അനുഭവങ്ങളും ആശ്ചര്യപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അറിവ് നൽകുന്നതുമാണ്. ഫിസിക്കൽ ഫിനോമിന ആർ വെരി മച്ച് ഡൈവേഴ്സ് ആൻഡ് കോംപ്ലക്സ്. ഭൗതിക പ്രതിഭാസങ്ങൾ വൈവിധ്യവും സങ്കീർണവുമാണ്. Even though physical phenomena are diverse and complex, we are able to analyze and understand them due to the following reasons. We can classify things based on their size and apply appropriate laws. ഏതൊരു കാര്യത്തെ നമ്മൾ സമീപിക്കുമ്പോഴും അവയെ അതിൻ്റെ സൈസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്രോപ്രിയേറ്റ് ലോസ് അപ്ലൈ ചെയ്യുകയും അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. There are only few basic laws related to these phenomena. എല്ലാ ഫിനോമിനുമായി ബന്ധപ്പെട്ടും ഏതാനും അടിസ്ഥാനമായ നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സ്പ്രേ ബോട്ടിൽ, ഒരു സ്പ്രെയർ, ആ സ്പ്രെയറിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ എയ്റോപ്ലെയിൻ്റെ വർക്കിങ്ങിനും രണ്ടിനും പിറകിലും ബെർണോളിസ് പ്രിൻസിപ്പിളാണുള്ളത്. അപ്പോൾ വളരെ ചെറിയൊരു കാര്യമാണല്ലേ സ്പ്രെയർ, വീടുകളിൽ ഉപയോഗിക്കുന്ന സ്പ്രേ ബോട്ടിൽ, അതാണ് സ്പ്രെയറാണ് ഉദ്ദേശിച്ചത്. എയ്റോപ്ലെയിൻ്റെ വർക്കിങ്ങിനും അതേ പ്രിൻസിപ്പിൾ തന്നെയാണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫിസിക്സിൻ്റെ വൈവിധ്യം മനസ്സിലാവും. Ability to separate important and essential features from unimportant features of a phenomenon makes it easy to understand. ഒരു ഫിനോമിനുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റും എസെൻഷ്യലുമായ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് ആ പ്രതിഭാസത്തെക്കുറിച്ചിട്ട് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഫിസിക്സിലെ പ്രതിഭാസങ്ങളെല്ലാം തന്നെ വൈവിധ്യവും സങ്കീർണവുമാണ്. എന്നിരുന്നാൽ കൂടി അവയെ ഈ പറഞ്ഞ കാരണങ്ങളോടെ നമുക്ക് വളരെ ലളിതമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. The knowledge about important and unimportant features comes from careful observations and evaluations. ഇമ്പോർട്ടൻ്റ് ആയതും അൺഇമ്പോർട്ടൻ്റ് ആയതും എങ്ങനെയാണ് വേർതിരിച്ചറിയാൻ പറ്റുക? ശ്രദ്ധാപൂർണമായ നിരീക്ഷണങ്ങളുടെയും അതുപോലെ തന്നെ വിലയിരുത്തലുകളുടെയും നമുക്കൊരു പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ളതും അതുപോലെ തന്നെ ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെ ഒരു പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് അത് ചെറിയ കാര്യമാണോ, അതിന് സൈസ് അനുസരിച്ചിട്ട് അത് ചെറുതാണോ വലുതാണോ എന്ന് വേർതിരിക്കുക. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്രോപ്രിയേറ്റ് ലോ ഏതാണെന്ന് മനസ്സിലാക്കി അത് ഉപയോഗിക്കുക. ആ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റും അൺഇമ്പോർട്ടൻറ്റുമായ കാര്യങ്ങളെ വേർതിരിച്ചറിയിക്കാം. ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ പ്രതിഭാസത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം ഫിസിക്സ് വളരെ ഫണ്ടമെൻ്റലായിട്ട് കുറച്ച് നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണക്കാരൻ ചിലപ്പോൾ ഫിസിക്സിനെ വളരെ പ്രയാസമേറിയ വിഷയമായി പരിഗണിച്ചേക്കാം. പക്ഷേ ഫിസിക്സിലെ ഫണ്ടമെൻ്റലായിട്ടുള്ള നിയമങ്ങൾ, ഫിസിക്സിലെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ മനസ്സിലാക്കുകയും അത് കൃത്യമായി പ്രയോഗിക്കാൻ അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ ഫിസിക്സ് വളരെ ഈസി ആയ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ പ്രകൃതിയിലെ വൈവിധ്യവും സങ്കീർണമായ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും സഹായിക്കുന്നത് ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ്. ഒന്ന് മാക്രോസ്കോപ്പിക് ഡൊമൈൻ, നമുക്ക് സ്ഥൂല മണ്ഡലം എന്ന് പറയാം. രണ്ടാമത് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ, സൂക്ഷ്മ മണ്ഡലം എന്ന് പറയാം. എന്താണ് ഈ മാക്രോസ്കോപ്പിക് ഡൊമൈൻ? എന്താണ് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ? Macroscopic domain includes the study of the phenomenon involving objects of finite size on terrestrial scale and even on astronomical scale. ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ പരിധിയിൽ വരുന്നു. അതായത് ഫൈനൈറ്റ് സൈസ് ആയിട്ടുള്ള ടെറസ്ട്രിയൽ സ്കെയിലിലെ, അതായത് ഭൂമിയിലെ കാണാൻ പറ്റുന്ന നിശ്ചിത സൈസുള്ള വസ്തുക്കൾ മുതൽ അസ്ട്രോണമിക്കൽ സ്കെയിലിലെ, സെലസ്റ്റിയൽ സ്കെയിലുള്ള പ്ലാനറ്റ്സും സ്റ്റാർസൊക്കെ പോലത്തെ വളരെ വലിയ വസ്തുക്കളെ വരെ മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ പരിഗണിക്കുന്നു. മൈക്രോസ്കോപ്പിക് ഡൊമൈൻ നോക്കി നോക്കൂ. മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ ദ സ്റ്റഡി ഓഫ് ഫിനോമിനൻ ഇൻവോൾവിംഗ് മോളിക്യൂൾസ്, ആറ്റംസ്, ന്യൂക്ലിയർ ആൻഡ് അതർ എലമെൻ്ററി പാർട്ടിക്കിൾസ്. മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ അറ്റോമിക് സ്കെയിലിലേക്കാണ് വരുന്നത്. ആറ്റത്തെക്കുറിച്ചും അതിനുള്ളിൽ ന്യൂക്ലിയസിനെ കുറിച്ചും ന്യൂക്ലിയസിൻ്റെ ഇലക്ട്രോണുകൾ കറങ്ങുന്നതിനെ കുറിച്ചുമൊക്കെയാണ് മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ പരിഗണിക്കുന്നത്. അപ്പോൾ
വളരെ ചെറിയ ലെവലിൽ, വിച്ച് മീൻസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ലെവലിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോസ്കോപ്പി ഡൊമൈനിൽ വരുന്നത്. ഭൂമിയിലെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വസ്തുക്കൾ മുതൽ ബഹിരാകാശത്തെ വലിയ പ്ലാനറ്റ്സും സ്റ്റാർസും വരെ മൈക്രോസ്കോപ്പി ഡൊമൈനിൽ ഉൾപ്പെടുന്നു. ഇനി മൈക്രോസ്കോപ്പി ഡൊമൈൻ്റെയും ക്ലാസിഫിക്കേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. മൈക്രോസ്കോപ്പി ഡൊമൈനുമായി ബന്ധപ്പെട്ട പഠനം ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ പരിധിയിൽ വരുന്നു. ക്ലാസിക്കൽ ഫിസിക്സിലാണെങ്കിലോ മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ് അങ്ങനെ വ്യത്യസ്തമായ ബ്രാഞ്ചുകളുണ്ട്. മൈക്രോസ്കോപ്പി ഡൊമൈനിൻ്റെ പരിധിയിൽ വരുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ഫിസിക്സ് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ഇത് രണ്ടിനിടയിലായിട്ട് മൈക്രോസ്കോപ്പി ഡൊമൈൻ്റെയും ഇടയിലായിട്ട് നമ്മൾ പറഞ്ഞു, മൈക്രോസ്കോപ്പി ഡൊമൈൻ എന്ന് പറയുമ്പോൾ ബഹിരാകാശത്തെ വലിയ വസ്തുക്കൾ മുതൽ യൂണിവേഴ്സിൻ്റെ സൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ മുതൽ ഭൂമിയിലെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ വസ്തുക്കൾ വരെ മൈക്രോസ്കോപ്പി ഡൊമൈനിൽ വരുന്നു. മൈക്രോസ്കോപ്പി ഡൊമൈനിലായിക്കോട്ടെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അറ്റോമിക് സ്കെയിലുള്ള ആറ്റത്തെക്കുറിച്ചും ന്യൂക്ലിയസിനെ കുറിച്ചും ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയവയെ കുറിച്ചൊക്കെയാണ്, സബാറ്റോമിക് പാർട്ടിക്കിളിനെ കുറിച്ചൊക്കെയാണ് മൈക്രോസ്കോപ്പി ഡൊമൈനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇത് രണ്ടിനും ഇടയ്ക്കായിട്ട് മറ്റൊരു ഡൊമൈനും കൂടി വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. ദാറ്റ് ഇസ് കാൾഡ് മെസോസ്കോപ്പിക് ഫിസിക്സ്. മെസോസ്കോപ്പിക് ഫിസിക്സ് ഡീൽ ചെയ്യണത് മൈക്രോസ്കോപ്പി ഡൊമൈൻ്റെയും ഇടയിലുള്ള റീജിയനെ കുറിച്ചാണ്. Mesoscopic physics deals with materials of an intermediate size. These materials range in size between the nanoscale and microscale. നാനോസ്കെയിലിൻ്റെയും മൈക്രോസ്കെയിലിൻ്റെയും ഇടയിലുള്ള സൈസുള്ള വസ്തുക്കളെ കുറിച്ചാണ് മെസോസ്കോപ്പിക് ഫിസിക്സ് ഡീൽ ചെയ്യുന്നത്. നാനോസ്കെയിൽ പറയുന്നത് 10⁻⁹ ആണ് നാനോസ്കെയിൽ വരുന്നത്. 10⁻⁶ ലെവലിലാണ് മൈക്രോസ്കെയിൽ വരുന്നത്. അപ്പോൾ നാനോസ്കെയിലിൻ്റെയും മൈക്രോസ്കെയിലിൻ്റെയും ഇടയിൽ സൈസുള്ള വസ്തുക്കളെ കുറിച്ചാണ് മെസോസ്കോപ്പിക് ഫിസിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ the two important domains are macroscopic domain and microscopic domain. In between there is another domain which is called mesoscopic physics or mesoscopic domain. So നമ്മൾ പറഞ്ഞു ഈ മൈക്രോസ്കോപ്പിക് ഡൊമൈനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്നും അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് എന്നും പറഞ്ഞു. അങ്ങനെ ഫിസിക്സ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻടു 2 classes. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ് ആണ്, അല്ലെങ്കിൽ ഓൾഡ് ഫിസിക്സ് എന്നറിയപ്പെടും. The physics prior to 1900 is known as classical physics. Mechanics, gravitation, heat, sound, light, electricity, magnetics ഒക്കെ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ പരിധിയിൽ വരുന്നതാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിന് മുമ്പ് ഉള്ള കാര്യങ്ങളാണ് ക്ലാസിക്കൽ ഫിസിക്സിൽ വരുന്നത്. 20ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള ഫിസിക്സ് മുഴുവൻ അറിയപ്പെടുന്നത് മോഡേൺ ഫിസിക്സ് എന്നാണ്. മോഡേൺ ഫിസിക്സിൻ്റെ പരിധിയിലാണ് ക്വാണ്ടം മെക്കാനിക്സ് വരുന്നത്. അതുപോലെ തന്നെ റിലേറ്റിവിറ്റി, ആറ്റംസ്, ന്യൂക്ലിയസ്, എലിമെൻ്ററി പാർട്ടിക്കിൾസ് ആൻഡ് കണ്ടൻസ്ഡ് മാറ്റർ മോഡേൺ ഫിസിക്സിലാണ് വരുന്നത്. സോ ക്ലാസിക്കൽ ഫിസിക്സും മോഡേൺ ഫിസിക്സുമാണ് 2 കാറ്റഗറി ആയിട്ട് ഫിസിക്സിൽ പറയാൻ പറ്റുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെ മുമ്പ് വരെ നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൾഡ് ഫിസിക്സ് എന്ന് പറയാം. 20ാം നൂറ്റാണ്ടിന് ശേഷമായിട്ട് നമുക്ക് അതിനെ മോഡേൺ ഫിസിക്സ് എന്ന് വിളിക്കാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വിശാലമായതാണ്, അതുപോലെ സങ്കീർണമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് ഇനി ഫിസിക്സിൻ്റെ റേഞ്ച് എത്ര വരെയാണെന്ന് നോക്കാം. ഏതെല്ലാം കാര്യങ്ങളാണ് ഫിസിക്സിൽ പരിഗണിക്കുന്നത്? മൈക്രോസ്കോപ്പിക് ഡൊമൈനുമായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. മാസിൻ്റെ പരിഗണന വരുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ 10⁻30 കിലോഗ്രാം മുതൽ മാസ് ഓഫ് ഒബ്സർവബിൾ യൂണിവേഴ്സ് 10⁻55 കിലോഗ്രാം വരെയാണ്. മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ നോക്കിക്കൂ 10⁻13 കിലോഗ്രാം ആണ്. 10⁻30 എന്ന് പറയുമ്പോൾ 1/10⁻30 ആണ്. 1/10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 0.1 ആണ്. 1/100 എന്ന് പറഞ്ഞാൽ അത് 0.01 ആണ്. 1/100-നെയാണ് നമ്മൾ 10⁻2 എന്ന് എഴുതുന്നത്. 1/1000-നെയാണ് നമ്മൾ 1/10⁻3 എന്ന് എഴുതുന്നത്. അപ്പോൾ 1000-നെയാണ് 10⁻3 എന്ന് എഴുതുന്നത്. അപ്പോൾ 10⁻³ എന്ന് പറയുന്നത് 1/1000 ആണ്. 1/10-നെയാണ് നമ്മൾ 10⁻1 എന്ന് അറിയാം. 1/100-നെയാണ് നമ്മൾ 10⁻2 എന്ന് അറിയാം. 1/1000-നെയാണ് നമ്മൾ 10⁻3 എന്ന് അറിയാം അല്ലേ. അപ്പോൾ 1001 ഒരു കിലോഗ്രാമിൻ്റെ 1001 എന്ന് പറയുമ്പോൾ 1 ഗ്രാമാണ് അല്ലേ. അപ്പോൾ 10⁻³ എന്ന് പറയുമ്പോൾ തന്നെ 1 ഗ്രാമാണ്. 10⁻4 എന്ന് പറയുമ്പോൾ 0.1 ഗ്രാമാണ്. 10⁻5 എന്ന് പറയുമ്പോൾ 0.01 ഗ്രാമാണ്. അങ്ങനെ നോക്കിയോ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസ് വരുന്നത് 10⁻30 റേഞ്ചിലാണ്. ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ മാസോ 10⁻55 ആണ്. 10⁻1 എന്ന് പറയുമ്പോൾ 10 ആണെന്നറിയാം. 10⁻2 എന്ന് പറയുമ്പോൾ 100 ആണെന്നറിയാം. 10⁻3 എന്ന് പറയുമ്പോൾ 1000 ആണെന്നറിയാം. 10⁻55 നോക്കി നോക്കൂ. അപ്പോൾ മാസ് ഓഫ് ഒബ്സർവബിൾ യൂണിവേഴ്സ് അത്ര വലുതാണ്. അതായത് ഇലക്ട്രോണിൻ്റെ മാസ് മുതൽ യൂണിവേഴ്സിൻ്റെ മാസ് വരെ ഫിസിക്സിൻ്റെ പരിഗണനയിൽ വരുന്നു എന്നർത്ഥം. മൈക്രോസ്കോപ്പിക് ഡൊമൈനിലാണ് ഇലക്ട്രോണിൻ്റെ മാസ് വരുന്നത്, മൈക്രോസ്കോപ്പിക് ഡൊമൈനിലാണ് യൂണിവേഴ്സിൻ്റെ മാസ് വരുന്നത്. ഇതുപോലെ നമുക്ക് ലെങ്ത്തിൻ്റെ കമ്പാരിസൺ നോക്കാം.
ലെങ്ത്തിന്റെ കേസിൽ 10⁻15 മീറ്റർ ആണ് സൈസ് ഓഫ് പ്രോട്ടോൺ വരുന്നത്. അപ്പോൾ തന്നെ 10⁻26 ആണ് സൈസ് ഓഫ് യൂണിവേഴ്സ് വരുന്നത്. യൂണിവേഴ്സിന്റെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിന്റെ സൈസ് വരുന്നത് 10⁻26 മീറ്റർ ആണ്. പ്രോട്ടോണിന്റെ സൈസ് വരുന്നത് 10⁻15 മീറ്റർ ആണ്. അപ്പോൾ പ്രോട്ടോണിന്റെ സൈസ് വളരെ ചെറുതാണെന്ന് മനസ്സിലായി, 10⁻15 മീറ്റർ. യൂണിവേഴ്സിന്റെ സൈസ് 10⁻26 മീറ്റർ ആണ്, വളരെ വലുതാണ്. അപ്പോൾ ഈ രണ്ട് റേഞ്ചിനിടയ്ക്കാണ് ഫിസിക്സിന്റെ പരിഗണന വരുന്നത്. ദെൻ ടൈം നോക്കുകയാണെങ്കിൽ 10⁻23 സെക്കൻഡ് ലൈഫ് സ്പാൻ ഓഫ് അൺസ്റ്റേബിൾ പാർട്ടിക്കിൾ. 10⁻18 ഏജ് ഓഫ് യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ പ്രായം 10⁻18 ആണ് എടുക്കുന്ന ഏകദേശം. അതുപോലെ തന്നെ ലൈഫ് സ്പാൻ ഓഫ് അൺസ്റ്റേബിൾ പാർട്ടിക്കിൾ എടുക്കുന്നത് 10⁻23 ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര വൈവിധ്യമാർന്നതാണ് അല്ലേ ഫിസിക്സിന്റെ റേഞ്ച്. വളരെ ചെറിയ ലെവൽ മുതൽ വളരെ ഏറ്റവും വലിയ ലെവൽ വരെ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിലും അപ്പുറത്തുള്ള ലെവൽ വരെയാണ് ഫിസിക്സിന്റെ റേഞ്ച് കിടക്കുന്നത് അല്ലേ. So, physics has wide applications. It includes medical physics, computers, meteorology, material science, geophysics, telecommunication, environmental physics, etc. ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഫിസിക്സിന്. ആ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുന്നതാണ് ഈ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മെറ്റീരിയോളജി, കാലാവസ്ഥ നിർണ്ണയവും, അതുപോലെ മെറ്റീരിയൽ സയൻസ്, ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ജിയോഫിസിക്സ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ടെലികമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം, എൻവയോൺമെൻറ്റൽ ഫിസിക്സ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ ഫിസിക്സിൻ്റെ റേഞ്ച് വിശാലമായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫിസിക്സിൻ്റെ സ്കോപ്പ് വളരെ ബൃഹത്തായത പറയാൻ കാരണം. ഏതൊരു കാര്യം ഫിസിക്സുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. ഫിസിക്സിൻ്റെ സ്കോപ്പ് വളരെ വിശാലമായതാണ്. ഫിസിക്സ് ഈസ് വെരി എക്സൈറ്റിംഗ് ആൾസോ. ഫിസിക്സിൻ്റെ സ്കോപ്പ് മാത്രം ചർച്ച ചെയ്താൽ പോരാ, സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് എന്നാണ് പറയുന്നത് അല്ലേ. ഫിസിക്സ് വളരെ എക്സൈറ്റിംഗ് കൂടിയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻസേഴ്സ് ടു മെനി എക്സൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഓഫ് മാൻകൈൻഡ്. മനുഷ്യൻ്റെ പല രസകരമായ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ഫിസിക്സിലൂടെ സാധിക്കും. ലൈക്ക് വൈ ദ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ, വൈ സൺസെറ്റ് റെഡ്, വൈ ഇസ് ഗ്ലാസ് ട്രാൻസ്പാരൻറ്റ്. ഇങ്ങനെ മനുഷ്യൻ്റെ വ്യത്യസ്തമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ഫിസിക്സിലൂടെ സാധിക്കുന്നതാണ്. ഫിസിക്സ് ഈസ് എക്സൈറ്റിംഗ് ഇൻ മെനി വൈസ്. പല രീതിയിലാണ് നമുക്ക് ഫിസിക്സ് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കാം. എ ഫ്യൂ ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് ലോസ് ക്യാൻ എക്സ്പ്ലെയിൻ ഓൾ ദ ഫിനോമിന. കുറച്ച് നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രതിഭാസങ്ങളെയും വിവരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രതിഭാസങ്ങളെയും നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. There is always chance to carrying out new experiments to unlock the secrets of nature, to verify or refute theories. വളരെ കുറച്ച് നിയമങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രതിഭാസങ്ങളെയും വിവരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എല്ലാ പ്രതിഭാസങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ എപ്പോഴും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും നിലവിലുള്ള നിയമങ്ങളെ അടിസ്ഥാനപരമായ നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ നിലവിലുള്ള നിയമങ്ങളെ തിരസ്കരിക്കുന്നതിനും ഒക്കെ നമുക്ക് സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞു ഫിസിക്സ് ഈസ് ആൾവേസ് ഡൈനാമിക് അല്ലേ. ഫിസിക്സിൻ്റെ ക്യാരക്ടർ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡൈനാമിക് ആണെന്നുള്ളത്. ആൻഡ് ദർ ഇസ് നോ അൺക്വസ്റ്റനിങ് അതോറിറ്റി ഇൻ ഫിസിക്സ്. ഫിസിക്സ് ചോദ്യം ചെയ്യപ്പെടാത്തതായിട്ടുള്ള ആരും തന്നെ ഇല്ല അല്ലേ. അൺക്വസ്റ്റനിങ് അതോറിറ്റി ആരും ഇല്ല. ഏത് സയൻറ്റിസ്റ്റിനെ നമുക്ക് ചോദ്യം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ ഫിസിക്സ് ധാരാളമായിട്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുള്ള അവസരങ്ങളുണ്ട്. അത്ര എക്സ്പെരിമെൻറ്റിലൂടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ ഫിസിക്സിൻ്റെ കേസിൽ എക്സൈറ്റിംഗ് ആണ്. മറ്റു ചിലർക്ക് ഫിസിക്സ് എക്സൈറ്റിംഗ് ആണ് തോന്നാനുള്ള കാരണം അപ്ലിക്കേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫിസിക്കൽ ലോസ് ടു മേക്ക് യൂസ്ഫുൾ ഡിവൈസസ് ഇസ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ്. പല കാരണം കൊണ്ടാണ് ആൾക്കാർക്ക് ഫിസിക്സ് എക്സൈറ്റിംഗ് ആവുന്നത്. നമ്മൾ പറഞ്ഞു ചില ബേസിക് ആയിട്ടുള്ള ലോകം കൊണ്ട് എല്ലാ ഫിനോമിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് ചിലർക്ക് ഫിസിക്സ് എക്സൈറ്റിംഗ് ആവാനുള്ള കാരണമാണ്. അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാനും നിലവിലുള്ള നിയമങ്ങളെ മാറ്റിമറിച്ച് എഴുതാനും സാധിക്കുമെന്നുള്ളത് ചിലർക്ക് ഫിസിക്സ് എക്സൈറ്റിംഗ് ആയി മാറുന്നു. മറ്റു ചിലർക്ക് ഫിസിക്സ് എക്സൈറ്റിംഗ് ആയി മാറുന്നത് അറിയപ്പെടുന്ന നിയമങ്ങളെയും തത്വങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടിക്കൽ ഡിവൈസുകൾ ഉണ്ടാക്കുകയും അത്തരത്തിലുള്ള ഡിവൈസുകൾ മാൻകൈൻഡിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയും ചെയ്യുമ്പോൾ അത് ചിലർക്ക് എക്സൈറ്റിംഗ് ആയി മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഫിസിക്സ് എക്സൈറ്റിംഗ് ആണ്. പലർക്കും പല രീതിയിലാണ് ഫിസിക്സ് എക്സൈറ്റിംഗ് ആയി മാറുന്നത്. സോ ദ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് ഈസ് വെരി ലാർജ് അല്ലേ. വളരെ വലുതാണ് എക്സൈറ്റ്മെൻറ്റ്, അപ്പോൾ തന്നെ സ്കോപ്പും. ഇങ്ങനെ സയൻസിൻ്റെ പുരോഗമനത്തിലൂടെ, അത് കൂട്ടത്തിൽ ഫിസിക്സിൻ്റെ പുരോഗമനത്തിലൂടെ മനുഷ്യൻ്റെ എക്സൈറ്റ്മെൻറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, ആ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ അത് മനുഷ്യനും സമൂഹത്തിനും ഉപകാരപ്രദമാക്കി മാറ്റുക, ഇതൊക്കെ ഫിസിക്സിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഉൾപ്പെടുന്നു. നോളജ് ഓഫ് ഫിസിക്സ് വിൽ ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ബോത്ത് നാച്ചുറൽ ഫിനോമിന ആൻഡ് ദ ടെക്നോളജീസ് ദാറ്റ് ഇൻഫ്ലുവൻസ് അവർ ഡെയിലി ലൈഫ്. ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക മാത്രമല്ല, ഡെയിലി ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും
നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പല ടെക്നോളജികളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ എഴുതുന്ന പേനയുടെ ടെക്നോളജി മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ടെക്നോളജി വരെ അത്തരത്തിലുള്ള വ്യത്യസ്തമായ പല ടെക്നോളജികളും നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഫിസിക്സിലെ ഏതാനും ബേസിക്കായിട്ടുള്ള ചില നിയമങ്ങൾ മാത്രം മതി, ചില പ്രിൻസിപ്പിൾസ് മാത്രം മതി. അത് മനസ്സിലാക്കുമ്പോഴാണ് ഫിസിക്സിൻ്റെ സ്കോപ്പും അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റും നമ്മൾ തിരിച്ചറിയുക. Physics can find solutions to numerous problems. We can describe and understand any problem with the help of 5 fields of physics. നമ്മൾ പറഞ്ഞു, പ്രകൃതിയിലെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നമുക്ക് ഫിസിക്സിനെ ഉൾപ്പെടുത്താം. ഫിസിക്സിലെ ഫണ്ടമെൻ്റൽ ലോസ് ഉപയോഗിച്ചിട്ട്, ഫിസിക്സിലെ തത്വങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രകൃതിയിലെ ഏത് കാര്യത്തെയും നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ അത് നമ്മളെ സഹായിക്കുന്നത് ഫിസിക്സിലെ 5 ഫീൽഡ്സ് ആണ്, ഫിസിക്സിലെ 5 മേഖലകളാണ്. ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട 5 മേഖലകൾ നോക്കൂ. ഒന്ന് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. It deals with objects from terrestrial scales to celestial scales that are moving at speed small compared with the speed of light. ലൈറ്റിൻ്റെ സ്പീഡുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഭൂമിയിലെ വസ്തുക്കളെക്കുറിച്ചും അല്ലെങ്കിൽ അസ്ട്രോണമിക്കലായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചുമൊക്കെയുള്ള പഠനമാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഉൾപ്പെടുന്നത്. രണ്ടാം തെർമോഡൈനാമിക്സ് ആണ്. It deals with the study of heat and its interaction with matter. ഹീറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ അത് മാറ്ററുമായി ബന്ധപ്പെട്ടുള്ള അതിന് ഇൻട്രാക്ഷനുമാണ് തെർമോഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്നത്. അടുത്ത ഇലക്ട്രോമാഗ്നറ്റിക്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക്സ് ഡീൽസ് വിത്ത് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും മാഗ്നറ്റിക്സിനെ കുറിച്ചിട്ടും അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദെൻ റിലേറ്റിവിറ്റി. ഈ റിലേറ്റിവിറ്റിക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കാര്യമായിട്ട് സ്വാധീനമില്ല. എന്നിരുന്നാൽ കൂടി ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റിക്ക് വളരെയധികം ഫിസിക്സിൽ പ്രാധാന്യമുണ്ട് താനും. അദ്ദേഹം അവതരിപ്പിച്ച പ്രിൻസിപ്പിളിൽ ഒരു വസ്തു ലൈറ്റിൻ്റെ സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് മാസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മാസിൽ വേരിയേഷൻസ് ഉണ്ടാവാം. നമ്മൾ മാസ് കോൺസ്റ്റൻ്റ് പറയാറുണ്ട്. മാസ് കോൺസ്റ്റൻ്റ് അല്ല, മാസ് വേരിയേഷൻ ഉണ്ടാവാം. ഇതുപോലെ തന്നെ ടൈമിലുണ്ടാകുന്ന വേരിയേഷൻ, അപ്പോൾ തന്നെ സ്പേസ്. അപ്പോൾ മാസ്, ടൈം, സ്പേസ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് കൊണ്ടുവന്നു. അതാണ് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി. നമ്മൾ ഡെയിലി ലൈഫിൽ അതുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള സ്വാധീനമില്ല. എന്നിരുന്നാൽ കൂടി ഹയർ ലെവൽ ഫിസിക്സിൽ റിലേറ്റിവിറ്റി വളരെയധികം സ്വാധീനമുണ്ട്. ദെൻ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സബാറ്റോമിക് പാർട്ടിക്കിൾ ലെവലിലേക്കുള്ള അറ്റോമിക് സ്കെയിലിലേക്കുള്ള പഠനമാണ് ക്വാണ്ടം മെക്കാനിക്സ് വരിക. ഇറ്റ് ഡീൽസ് വിത്ത് ബിഹേവിയർ ഓഫ് ഒബ്ജക്ട്സ് ഓൺ ദ എക്സ്ട്രീംലി സ്മാൾ സ്കെയിൽ ഓഫ് അറ്റോമിക് ഡയമെൻഷൻ. അറ്റോമിക് സ്കെയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് ക്വാണ്ടം മെക്കാനിക്സിൽ ഉൾപ്പെടുന്നത്. ഈ ഒരു 5 ഫീൽഡ്സ്, പ്രധാനപ്പെട്ട ഈ 5 ഫീൽഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് 5 മേഖലകൾ, ഫിസിക്സിൻ്റെ 5 ബ്രാഞ്ചാണ് പറയുന്നത്. ഈ 5 ബ്രാഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്കവാറും എല്ലാ പ്രതിഭാസങ്ങളെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്ത നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഫിസിക്സും ടെക്നോളജിയും സമൂഹവുമായിട്ടുള്ള ബന്ധമാണ്. 1 step for man, 1 giant leap for mankind. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയ സ്റ്റെപ്പാണ്, പക്ഷേ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കുതിച്ചുകാട്ടമാണ്. എപ്പോഴാണ് ആംസ്ട്രോങ് പറഞ്ഞത്? ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അല്ലേ? അപ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ ആംസ്ട്രോങ്ങിൻ്റെ ഈ വാക്കുകൾ ടെക്നോളജിയുടെ കുതിപ്പിനെ സൂചിപ്പിക്കുന്നു. ടെക്നോളജിയുടെ ആ കുതിപ്പ് മനുഷ്യ സമൂഹത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ട് കൂടി ഓർക്കേണ്ടത്. സയൻസ് ഈസ് നോട്ട് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് ലോസ്. നിയമങ്ങളുടെ ഒരു സംഗ്രഹം മാത്രമല്ല സയൻസ്. ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ് വിത്ത് ഇറ്റ്സ് ഫ്രീലി ഇൻവെൻറ്റഡ് ഐഡിയാസ്. മനുഷ്യ മനസ്സിൻ്റെ ഒരു നിർമ്മാണമാണ്, ഫ്രീ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഉൾക്കൊള്ളുന്നൊരു നിർമ്മാണ പ്രക്രിയയാണ് സയൻസ് എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള കോട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഫിസിക്സിൻ്റെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടും അതുപോലെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെയാണ്. നമുക്കറിയാം, ചക്രങ്ങളുടെ കണ്ടുപിടുത്തം, ഇൻവെൻഷൻ ഓഫ് വീൽ ആണ് വളരെയധികം സൊസൈറ്റി സ്വാധീനിച്ചൊരു കാര്യം അല്ലേ? അതിലൂടെ സൊസൈറ്റിക്ക് ഉണ്ടായുള്ള ഡെവലപ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതുപോലെ തന്നെയാണ് ജെയിംസ് വാട്ടിൻ്റെ സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തവും. സ്റ്റീം എഞ്ചിൻ, അതുപോലെ തന്നെ ഹീറ്റ് എഞ്ചിൻ, എല്ലാ കണ്ടുപിടുത്തമൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ വഴിയടിച്ചു. വ്യാവസായിക വിപ്ലവത്തിനാണ് അത് വലിയ വഴിയടിച്ചത്. ഇതേപോലെ തന്നെയാണ് ബാർഡിൻ്റെയും അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയും ട്രാൻസിസ്റ്ററുമായിട്ടുള്ള ബന്ധപ്പെട്ട കണ്ടുപിടുത്തം. ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വളരെയധികം ചെറുതാവുകയും കോമ്പാക്റ്റായി മാറുകയും വില കുറയുകയും ചെയ്തു. മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾ ടെലികമ്മ്യൂണിക്കേഷനിൽ ധാരാളമായിട്ട് സ്വാധീനം ചെലുത്തി. ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി
കണ്ടുപിടുത്തങ്ങളിലൂടെയും അതുപോലെ തന്നെ പരീക്ഷണങ്ങളിലൂടെയൊക്കെ റോബോട്ടുകളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. റോബോട്ടിക്സ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ റോബോട്ടിക്സും ഒക്കെ. അപ്പോൾ ടെക്നോളജിയുടെ വളർച്ചയും ആ ടെക്നോളജി മനുഷ്യ സമൂഹത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ധാരാളം കോൺട്രിബ്യൂഷൻ ഫിസിക്സ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നമ്മൾ പറഞ്ഞ ഡെയിലി ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും ഫിസിക്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വരുന്നു. സോ ഫിസിക്സ് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു ടെക്നോളജി ആൻഡ് സൊസൈറ്റി. ഫിസിക്സ് ആൻഡ് ടെക്നോളജി ആർ ഡിഫറൻറ്റ് ഫ്രം ഈച്ച് അതർ. ഫിസിക്സും ടെക്നോളജി വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ യൂണിവേഴ്സിനെ കുറിച്ചുള്ള നോളജാണ്, അതായത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു അറിവാണ് ഫിസിക്സ് അല്ലേ. പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അറിവാണ് ഫിസിക്സ്. പക്ഷേ ടെക്നോളജി എന്താണ്? ഇത്തരത്തിലുള്ള അറിവുകളെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കുമ്പോൾ അതിനാണ് നമ്മൾ ടെക്നോളജി വിളിക്കുക അല്ലേ. അപ്പോൾ ആക്ച്വലി എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്യുന്നു? എഞ്ചിനീയേഴ്സ് ഫിസിക്സിലെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ട് അത് മനുഷ്യരാശിക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള, സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഡിവൈസുകൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഫിസിക്സും ടെക്നോളജിയും വേറെ വേറെ ആണെങ്കിൽ കൂടി ഫിസിക്സിലെ പ്രിൻസിപ്പിളാണ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ടെക്നോളജിയിലെ വളർച്ച ഫിസിക്സിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ച് സംഭവിക്കാറുണ്ടോ? ടെക്നോളജി വളരുമ്പോൾ ഫിസിക്സ് വളരുമോ? ഫിസിക്സും ടെക്നോളജി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ദേ ആർ മ്യൂച്വലി റിലേറ്റഡ് ആണ്. ഫിസിക്സിൻ്റെ വളർച്ചയിലൂടെ ടെക്നോളജി വളരുന്നു, ടെക്നോളജിയുടെ വളർച്ചയിലൂടെ ഫിസിക്സും വളരുന്നുണ്ട്. ദേ ആർ മ്യൂച്വലി റിലേറ്റഡ്. സംടൈംസ് ടെക്നോളജി ഗീവ്സ് റൈസ് ടു ന്യൂ ഫിസിക്സ്. അറ്റ് അതർ ടൈംസ് ഫിസിക്സ് ജനറേറ്റ്സ് ന്യൂ ടെക്നോളജി. ഈ പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചിലപ്പോൾ ടെക്നോളജി പുതിയ ഫിസിക്സിലേക്ക് കൊണ്ടുവരുന്നു. പുതിയ ഫിസിക്സിലേക്ക് കൊണ്ടുവന്നാൽ ഫിസിക്സിൻ്റെ പുരോഗമനത്തിന്, ഫിസിക്സിൻ്റെ വളർച്ചയ്ക്ക് ടെക്നോളജി കാരണമാകുന്നു. മറ്റു ചില സാഹചര്യങ്ങളിൽ ഫിസിക്സ് പുതിയ ടെക്നോളജി ഉണ്ടാക്കുന്നു. ഉദാഹരണമായി നോക്കാം. ടെക്നോളജിയും ബ്രാഞ്ച് ഓഫ് ഫിസിക്സും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. ഇവിടെ ഹീറ്റ് എഞ്ചിൻ്റെ കണ്ടുപിടുത്തം, ഹീറ്റ് എഞ്ചിൻ ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ കണ്ടെത്തുന്നു. അതിലൂടെ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് വരുന്നു. ഹീറ്റ് എഞ്ചിനാണ് നമുക്കറിയാം, പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിനൊക്കെ ഹീറ്റ് എഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഹീറ്റ് എഞ്ചിനെ കുറിച്ച് പഠിക്കുന്നതിൽ കൂടിയിട്ട്, അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഹീറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിൽ കൂടിയിട്ട് എഞ്ചിനുകളുടെ പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ വളർന്നു വന്ന ഒരു ശാഖയാണ് തെർമോഡൈനാമിക്സ്. സോ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിനിലൂടെ ഹീറ്റ് എഞ്ചിനിലേക്ക് എത്തിയ ഹീറ്റ് എഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനൊക്കെ വളർത്തിയെടുത്ത ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് തെർമോഡൈനാമിക്സ്. സോ ടെക്നോളജി ഗീവ്സ് റൈസ് ടു ന്യൂ ഫിസിക്സ് എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഹീറ്റ് എഞ്ചിനും തെർമോഡൈനാമിക്സും തമ്മിലുള്ള ബന്ധം. രണ്ടാമത് പറഞ്ഞത് നമ്മൾ ഫിസിക്സ് ജനറേറ്റ് ന്യൂ ടെക്നോളജി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് ഇലക്ട്രോമാഗ്നറ്റിക്സിലൂടെയാണ്. മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞ ആശയത്തിലൂടെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ വളർന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചിട്ടുള്ള പഠനവും അതുപോലെ തന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷനൊക്കെ അതിലൂടെയാണ് ഡെവലപ്പ് ആയത്. ഇതേപോലെ തന്നെ മറ്റൊരാശയമാണ് സിലിക്കൺ ചിപ്പ്. സെമി കണ്ടക്ടർ ഫിസിക്സിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ടാവുകയും അതിൽ നിന്നും സിലിക്കൺ ചിപ്പിലേക്ക് വരികയും, സിലിക്കൺ ചിപ്പാണ് നമ്മൾ ഏതൊരു ഉപകരണം, ഇലക്ട്രോണിക്സ് ഉപകരണം എടുക്കുകയാണെങ്കിൽ അതിലൊരു ചിപ്പ് ഉണ്ടാവും, നമ്മൾ IC എന്ന് പറയും അല്ലേ, ഇൻറ്റഗ്രേറ്റഡ് ചിപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിപ്പുകളുടെ നിർമ്മാണത്തോടുകൂടി, ഇത്തരത്തിൽ ചിപ്പുകളുടെ വരവോട് കൂടിയിട്ട് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വളരെയധികം വ്യാപകമായി സമൂഹത്തിൽ ഉപയോഗിക്കേണ്ടി വന്നു അല്ലേ. അതുകൊണ്ട് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. സോ ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ ടെക്നോളജി ഫിസിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റു ചില സാഹചര്യങ്ങളിൽ ഫിസിക്സ് ടെക്നോളജിയെ സപ്പോർട്ട് ചെയ്യുന്നു. ദേ ആർ മ്യൂച്വലി ഡിപ്പെൻഡൻറ്റ്. ഈ ഒരു ടേബിളിലൂടെ നമുക്ക് ഫിസിക്സും ടെക്നോളജിയും സൊസൈറ്റി തമ്മിലുള്ള ബന്ധം കാര്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള പല ടെക്നോളജിയുടെ പിറകിലുള്ള സയൻറ്റിഫിക് പ്രിൻസിപ്പിളാണ്. സ്റ്റീം എഞ്ചിൻ ആയിക്കോട്ടെ, തെർമോഡൈനാമിക്സ് ആണ്, ന്യൂക്ലിയർ റിയാക്ടർ, ന്യൂക്ലിയർ എനർജി ഇല്ലേ, കൺട്രോൾ ന്യൂക്ലിയർ ഫിഷൻ, റേഡിയോ ടെലിവിഷൻ, കമ്പ്യൂട്ടേഴ്സ്. ഇത്തരത്തിലുള്ള നോക്കുകയാണെങ്കിൽ സൊസൈറ്റിയുടെ ദൈനംദിന ജീവിതത്തിലുള്ള പല കാര്യങ്ങളിലും ഫിസിക്സിൻ്റെ ഏതെങ്കിലും പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മളൊന്ന് ഡീൽ ചെയ്തത് സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിൻ്റെ സ്കോപ്പ് വളരെയധികം വിശാലമായതാണ്. വളരെ മൈക്രോ സ്കെയിൽ മുതൽ മാക്രോ സ്കെയിൽ വരെ, അറ്റോമിക് ലെവൽ മുതൽ യൂണിവേഴ്സിലേക്ക് വരെ ഫിസിക്സിൻ്റെ സ്കോപ്പ് കടന്നിരിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഫിസിക്സ് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഫിസിക്സ് എക്സൈറ്റിംഗ് ആണ്. എക്സൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഫിസിക്സിലെ ഏതാനും ചില നിയമങ്ങൾ മാത്രം മതി. ബേസിക് ആയിട്ടുള്ള ചില നിയമങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഏതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രതിഭാസത്തെയും നമുക്ക് ലഘൂകരിച്ച് സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ
ഫിസിക്സ് വളരെയധികം എക്സൈറ്റിംഗ് ആയി മാറുന്നു. ദെൻ ഫിസിക്സും സൊസൈറ്റിയും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധമാണെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഫിസിക്സിലെ പല തത്വങ്ങളും ഉപയോഗിച്ചിട്ട്, ഫിസിക്സിലെ പല പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ട് ടെക്നോളജി വളരുകയും അങ്ങനെ ടെക്നോളജി വളർന്നു വന്നപ്പോൾ ടെക്നോളജി ഫിസിക്സിനെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പരസ്പരം ഫിസിക്സും ടെക്നോളജിയും കൂടി ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരുമിച്ച് വളരുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റിക്ക് ധാരാളം ഗുണമുണ്ടായിട്ടുണ്ട്. സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന്, മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ എളുപ്പത്തിനൊക്കെ ഇത്തരത്തിലുള്ള ടെക്നോളജി ധാരാളം ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് നമ്മൾ കാണുന്ന പല ഉപകരണങ്ങൾ മുതൽ, വളരെ ലളിതമായിട്ട് നമ്മൾ കാണുന്ന ഉപകരണം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന പേന മുതൽ വളരെ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സാറ്റലൈറ്റിൻ്റെ വർക്കിംഗ് വരെ ഫിസിക്സിലെ ചില ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിലാണ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൻ്റെ സാധ്യത വളരെ വ്യക്തമാവുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, പ്രകൃതിയിലെ അടിസ്ഥാന ഫലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. താങ്ക് യു.